ഇനി കൂത്തുപറമ്പിലെ പിങ്ക് കൂട്ടായ്മയ്ക്ക് വീട്ടുമുറ്റത്തെ ചെടി വളർത്തൽ വെറുമൊരു ഹോബിയല്ല. ചെടിയിലൂടെ ആനന്ദത്തോടൊപ്പം വരുമാനം കൂടി കണ്ടെത്തുകയാണ് നമ്മുടെ ഈ സ്മാർട്ട് വീട്ടമ്മമാർ. ഓൺലൈൻ വഴി ഉൾപ്പെടെ വിൽപ്പനയുടെ സാധ്യതകൾ വർദ്ധിപ്പിച്ചാണ് ഇവരുടെ വിജയഗാഥ. പ്ലാന്റ് ഇനീഷ്യേറ്റീവ് നെറ്റ്വർക്ക് ഓഫ് കൂത്തുപറമ്പ്, ഇതാണ് പിങ്ക് എന്ന പേരിൽ രൂപീകരിച്ച 10 പേരടങ്ങുന്ന കൃഷിക്കൂട്ടം. സംസ്ഥാനത്ത് ആദ്യമായാണ് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സംഘം. വർഷങ്ങളായി ചെടി വളർത്തലിൽ താല്പര്യമുള്ളവരായിരുന്നു എല്ലാവരും. എന്നാൽ വൻതുക ചിലവാക്കി പരിപാലിച്ചാലും വിൽപ്പനയ്ക്ക് സൗകര്യമില്ലായിരുന്നു. ഈ സാഹചര്യത്തിലാണ് കൂത്തുപറമ്പ് കൃഷിഭവൻ വീട്ടമ്മമാരെ സഹായിക്കാൻ എത്തുന്നത്. കഴിഞ്ഞ വർഷമാണ് കൃഷി ഓഫീസർ കെ അമൃതയുടെ നേതൃത്വത്തിൽ കൃഷിക്കൂട്ടം രൂപീകരിക്കുകയും കാർഷിക വികസന കാർഷിക ക്ഷേമ വകുപ്പിന് കീഴിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. ഇവരുടെ ഇടയിൽ ഇവർക്ക് ആദ്യം ഒരു ആശങ്കയുണ്ടായിരുന്നു, ഇത് എങ്ങനെ മുന്നോട്ട് പോകും, ഇതിന്റെ വിപണി എങ്ങനെ കണ്ടുപിടിക്കും എന്നൊക്കെ. നമ്മളിപ്പോ ഏകദേശം കുറെ പ്രദർശന വിപണന മേളകൾ നടത്തി. അതിന്റെ ഭാഗമായി നല്ല വരുമാനം ഉണ്ടാക്കാൻ ഇവർക്ക് സാധിച്ചു. അതുകൊണ്ട് ഇപ്പൊ ഇവര് നല്ല ഉത്സാഹത്തിലാണ്. ഇനി മൂന്നാമതും നമ്മൾ എന്റെ കേരളം പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് ഒരു വിപണനമേള കൂടി സംഘടിപ്പിക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ കണ്ട് വലിയൊരു സ്വപ്നത്തിലേക്ക് എത്തിക്കുകയാണ്. നമ്മളെ സ്വപ്നം മെല്ലെ പൂവണിയാൻ തുടങ്ങുന്നു. താമര, ഓർക്കിഡ്, ആന്റിയൂറിയം, ജർബറ, റോസ്, ഇൻഡോർ പ്ലാന്റ്സ്, അലങ്കാര ചെടികൾ എന്നിവയാണ് കൃഷി. പുറമേയുള്ളവരെല്ലാം അന്വേഷിച്ച് താമര വാങ്ങാൻ തുടങ്ങി. ഫോട്ടോയോടുകൂടിയും താമര വിൽക്കുന്നുണ്ട്. അല്ലാണ്ട് ട്യൂബറായിട്ടും കൊടുക്കുന്നുണ്ട്. പിന്നെ 10-65 തരം വെറൈറ്റികളായ താമരകൾ എൻ്റെ കയ്യിലുണ്ട്. 2 പുഷ്പ പ്രദർശന വിപണന മേളകൾ നടത്തിയതിലൂടെ നല്ല വരുമാനവും നിരവധി ഓർഡറുകളും ലഭിച്ചു. ഇവന്റുകൾക്കായി ജർബറ, കുറ്റിമുല്ല എന്നിവ വ്യാപകമായി കൃഷി ചെയ്തു തുടങ്ങുകയും ചെയ്തു. ഓൺലൈൻ ഉൾപ്പെടെ വൈവിധ്യമാർന്ന വിപണന രീതികളും പരീക്ഷിക്കുന്നുണ്ട്. ക്ഷേത്രങ്ങൾക്ക് ആവശ്യമായ തുളസി, ചെക്കി, അരളി എന്നിവ കൂടി കൃഷി ചെയ്യലാണ് അടുത്ത ലക്ഷ്യം. ന്യൂസ് മലയാളം, കണ്ണൂർ.